ഹലോ, വെൽക്കം ടു വാച്ച് സം സ്റ്റോറി. ഇത് വിദ്യയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. ഞാൻ എല്ലാ ദിവസവും ഷോർട്സ് ഇടുമായിരുന്നു, ഓരോ ദിവസത്തെ പൂക്കളൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ ചെറിയ ചെറിയ സ്നിപ്പറ്റ്സ് പോലെ അതിൻ്റെയൊക്കെ ഒരു റീക്യാപ്പ് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അഗൈൻ ഇൻ കേസ് യു മിസ്ഡ് ഇറ്റ്, അതുമല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റോറി പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണ്. അത് കാരണം അത്ര വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല. അമ്മയുള്ളതുകൊണ്ട് സദ്യ, ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. മോള് സ്കൂളിൽ പോയി, അതാണ് സാരി ഒന്നും എടുക്കാൻ പോലും ഒരു ചാൻസ് ഇല്ല. എല്ലാ മീറ്റിങ്ങിലും വീഡിയോ കോളാണ്. ഞാൻ ഓണത്തിനെ പറ്റി പലതവണയും വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ നാട്ടിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെയും സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുന്നതെന്നൊക്കെ. ഇത്തവണത്തിൻ്റെ ഓണത്തിന് രണ്ട് സ്പെഷ്യാലിറ്റിയാണ്. ഒന്ന് നല്ലതും ഒന്ന് ഇത്തിരി സങ്കടമുള്ളതാണ്. ഒന്നെന്ന് വെച്ചാൽ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്, അത് ദാറ്റ്സ് എ റിയലി ഗുഡ് തിങ്. പിന്നെ വേറൊരു കാര്യം, മോൻ ഓൾറെഡി കോളേജിൽ പോയി, കാരണം അവന് വരാൻ പറ്റിയില്ല. ഒരു സാധനത്തിനും ഇല്ലെങ്കിലും അവൻ പൂക്കളോടാനായിട്ട് ആദ്യം വന്നിരിക്കുന്ന ആളാണ്. വേറെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് എനിക്ക് നിറച്ച് തുമ്പയുണ്ടായിരുന്നു. എപ്പോഴും ക്വസ്റ്റ്യൻ വരും എനിക്ക് തുമ്പ എവിടെ നിന്നാണ് കിട്ടിയത്. കുറച്ച് കൊല്ലം മുന്നേ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എനിക്ക് സീഡ് കിട്ടിയതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാട്ടേടി പോലെയാണ്, വല്ലാണ്ട് സ്പ്രെഡ് ചെയ്യും. അതറ ഞാൻ ഈ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ പറിച്ച് കളയലാണ്. ഒരു കുടം മാത്രം വിത്ത് സൂക്ഷിച്ച് വെച്ചിട്ട്. ഇതിപ്പോൾ കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ നട്ടതല്ല, സെൽഫ് സീഡ് ചെയ്തൊന്ന് കുറേ തുമ്പ ഉണ്ടായിരുന്നു. കാരണം നിറച്ച് നമ്മൾ നാട്ടിൽ ഓണത്തപ്പനെ അലങ്കരിക്കില്ലേ, തൃക്കാക്കരപ്പനെ, അതേപോലെ അത്രയ്ക്ക് എനിക്ക് എന്നെ അച്ഛമ്മയുടെ അവിടുത്തെ ഓണത്തിൻ്റെയാണ് ഓർമ്മ വന്നത്. അത്രയും തുമ്പ ഉണ്ടായിരുന്നു എനിക്ക് കവർ ചെയ്യാനായിട്ട് പൂജിക്കുമ്പോൾ. പിന്നെ വേറൊരു കാര്യം, സദ്യ 99% ഞങ്ങളുടെ വീട്ടിലെ പച്ചക്കറിയാണ് യൂസ് ചെയ്തേക്കുന്നത് സദ്യക്ക്. ഈവൻ ക്യാരറ്റ് തൊട്ട് ഉരുളക്കിഴങ്ങ് വരെ സാമ്പാറിൽ. അപ്പോൾ നമ്മുടെ ആഘോഷത്തിലേക്ക് കിടക്കാം അല്ലേ നമുക്ക്. ആദ്യം തന്നെ നമുക്ക് എല്ലാ ദിവസത്തെ പൂക്കളം വെച്ച് തുടങ്ങാം. ഇത് അത്തത്തിന്റെ പൂക്കളാണ്. തുമ്പപ്പൂവും അസീലിയ എന്നുള്ള പൂവാണ്. അസീലിയ സാധാരണ സ്പ്രിംഗിൽ പൂക്കളാണ്. എൻ്റെ അടുത്തിട്ട് അങ്കോർ അസീലിയ എന്ന് പറഞ്ഞിട്ട് ലേറ്റ് സമ്മറിലും സ്പ്രിംഗിലും പൂക്കുന്ന അസീലിയാണ്. രണ്ടാമത്തെ ദിവസം ചിത്രയിലെ പൂക്കളാണിത്. ബന്ദി അല്ലെങ്കിൽ മെറിഗോൾഡും ഞങ്ങളുടെ ഹാർഡി ഹിബിസ്കസ് ആണ്. പണ്ട് ഡിന്നർ പ്ലേറ്റിന്റെ വലുപ്പത്തിലുള്ള ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗാർഡൻ ടൂർ ചെയ്തിരുന്നു. ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ശരിക്കും കാണാം കേട്ടോ. മൂന്നാമത്തെ ദിവസം ചോതി. ഞാൻ പണ്ട് പറഞ്ഞിരുന്നു എന്റെ മുമ്പിലത്തെ റോസുകളൊക്കെ റോസ് വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് വന്നിട്ട് എല്ലാം ഞങ്ങൾക്ക് പറിച്ചിടേണ്ടി വന്നു. ആ പറിച്ചു കളഞ്ഞതിന്റെ എനിക്കൊന്ന് വേര് കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അതിന് രണ്ടാമത് വന്നതാണ് കാർപ്പറ്റ് റോസ് ആണ് റെഡ്. പിന്നെ ലൈം ലൈറ്റ് ഹൈഡ്രാഞ്ചിയ, അതാണ് ലൈം കളർ. അറ്റത്ത് പെറ്റ്യൂണിയാണ്. വിശാഖത്തിലെ പൂക്കളാണ്. ഇതില് മിഷൻ മെറിഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റിക്കായിട്ടുള്ള മെറിഗോൾഡ്. ഞാൻ അതും ഒരു ഗാർഡൻ ടൂർ വീഡിയോയിൽ കാണിച്ചിട്ട് നിറച്ച് പൂത്തെടുക്കണം. എനിക്ക് ഈ സമയം പൂക്ക ഒരു ടൈപ്പ് എന്തിയാണ് അതും. പിന്നെ യൂസ് ചെയ്തേക്കുന്നത് നോക്കൌട്ട് റോസും അസീലിയ നിറച്ചുണ്ടായിട്ടുണ്ട്. പിന്നെ കോളിയസിന്റെ ഇലകളുമാണ്. ഇത് അഞ്ചാമത്തെ ദിവസം അനിഴത്തിലെ പൂക്കളമാണ്. ഇതിന് മെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഫോൾ സൺഫ്ലവർ അല്ലെങ്കിൽ ഹീലിയോപ്സിസ് എന്ന് പറയുന്നതാണ് നടുക്കുള്ള മഞ്ഞ. പിന്നെ നോക്കൌട്ട് റോസ്. അത് കഴിഞ്ഞിട്ട് ഫ്ലോക്സ് ആണ് വയലറ്റ് കാണുന്നത്. ഫ്ലോക്സിന് ചുറ്റും നെസ്ട്രേഷ്യവും നിക്കോട്ടീന, ഗ്രീൻ കളർ നിക്കോട്ടീനയാണ്. നെസ്ട്രേഷ്യം ആക്ച്വലി ഒരു എഡിബിൾ ഫ്ലവർ ആണ് കേട്ടോ. അതിന്റെ ചുറ്റും നോക്കൌട്ട് റോസ് ആണ്. ഇത് ആറാമത്തെ ദിവസത്തെ തൃക്കേട്ടയിലെ പൂക്കളാണ്. നടുക്ക് ക്വീൻ എലിസബത്ത് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള റോസാണ്. ഞാനിത് പലവണയും കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ക്വീൻ എലിസബത്ത് ക്വീനായിട്ട് ക്രൗൺ ചെയ്തപ്പോൾ റിലീസ് ചെയ്ത റോസ് ആണെന്ന്. അതാണ് അതിനെ അങ്ങനെ പേരിട്ടത്. അതിന് ചുറ്റും ഉള്ളത് പേർപ്പിൾ കാണുന്നത് സൂപ്പർ ട്യൂണിയ. നസ്ട്രേഷൻ ഇന്നലത്തെ പൂക്കളത്തിലിട്ട അതേ പൂ തന്നെയാണ്. ചുറ്റും നമ്മുടെ മിന്നിച്ചെടിയുടെ പൂവില്ലേ നാട്ടിൽ പറയുന്നത്, അതിന്റെ പേര് ഇവിടെ കാർഡിനൽ ഫ്ലവർ ആണിത്. അതിന്റെ ഔട്ടർ സർക്കിളിൽ വെള്ള കാണുന്നത് ലൈം ലൈറ്റ് ഹൈഡ്രേഞ്ചിയുടെ ഓപ്പൺ ചെയ്ത് വരുമ്പോഴുള്ള പൂവാണ് വെളുത്ത പൂവ്. പിന്നെ ഓറഞ്ച് ഓഫ് കോഴ്സ് നസ്ട്രേഷ്യം. വയലറ്റ് കാണുന്ന ക്ലെമറ്റസ് ആണ്. ഇതിന്റെ ആക്ച്വൽ പേര് മറന്നു. അതിന് ടാഗും എന്റെ അടുത്ത് ഇപ്പൊ കാണാനില്ല. ഇത് ഏഴാമത്തെ ദിവസത്തെ മൂലത്തിലെ പൂക്കളമാണ്. നമ്മളവിടെ പറയാം മൂലത്തിന് മൂല തിരിച്ചിടണമെന്നാണ്. അപ്പം ആ മൂലത്തിലെ പൂക്കളത്തിന് മാത്രമേ പോയിന്റി ഇങ്ങനെ എഡ്ജസ് ഉണ്ടാവുള്ളൂ, കോർണേഴ്സ് പോലെ. അതാണ് ഒരു സ്റ്റാർ ഷേപ്പ് നമ്മൾ വരച്ചേക്കുന്നത്. ഇതിന് യൂസ് ചെയ്തേക്കുന്നത് ആക്ച്വലി നടുക്ക് മുഴുവൻ തുമ്പപ്പൂവും ആ മഞ്ഞ കാണുന്നത് എന്താ അറിയോ, പാവലിന്റെ പൂവാണ്. ഞങ്ങൾക്ക് ഇത്തവണ എന്തോ പാവലൊന്നും പിടിക്കുന്നില്ല, പക്ഷെ ഇഷ്ടംമാതിരി മെയിൽ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം ഏതായാലും അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ആട്ടെ എന്ന് വെച്ചിട്ട് അതാണ് പൂക്കളത്തിൽ ഇട്ടേക്കണേ. പിന്നെ ഉള്ള ഔട്ട് സൈഡിലുള്ളത് നമ്മുടെ ചൈനീസ് ബോൾസ് ആണ്. പിങ്ക്, ഓറഞ്ച് ഓഫ് കോഴ്സ് ബന്ദി അല്ലെങ്കിൽ മെറിഗോൾഡ്, വെള്ള അസീലിയ, ഡാർക്ക് പിങ്ക് കാണുന്നത് നോക്കൌട്ട് റോസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി. പേർപ്പിൾ കാണുന്നത് ബട്ടർഫ്ലൈ ബുഷ് ആണ്.
ഇത് 8ാമത്തെ ദിവസത്തെ പൂക്കളാണ്. പൂരാടാണ് നാള്. നടുക്കുള്ളത് ഡേവിഡ് ഓസ്റ്റൻ റോസ് ആണ്, ലേഡി ഓഫ് ഷാലറ്റ്. ചുറ്റുമുള്ള ഓറഞ്ച് നസ്ട്രേഷ്യ മെഗാൻ. പിന്നെ ആ കാണുന്ന വയലറ്റ് ഒരു ടൈപ്പ് സാൽവിയാണ്. എനിക്കൊന്നും ബ്ലാക്ക് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ സാൽവിയാണ്. ചുറ്റുമുള്ള റോസിന്റെ ഇതള് കാണുന്നത് എന്റെ നോക്കൌട്ട് റോസ്, വേറെ മഞ്ഞയും വെള്ളയും ഉള്ള നോക്കൌട്ട് റോസ് ആണ്. ഔട്ട് സൈഡ് കാണുന്നത് യെല്ലോ, അഗൈൻ ഇന്നലത്തെ പൂക്കളത്തിൽ യൂസ് ചെയ്ത അതേ പാവലിന്റെ പൂവാണ്. മജന്ത കാണുന്നത് കോക്സ് കോംബ് എന്ന് പറഞ്ഞ നമ്മളെ പരന്ന പൂച്ചവാല ടൈപ്പ് ചെടിയിലെ അതാണ്. നീളത്തിലുള്ള പൂക്കള് കോളിയസിന്റെ പൂക്കളും കോളിയസിന്റെ ഇലയാണ് ഫ്ലൂറസൻ ഗ്രീന്. അതിന് ചുറ്റും ലൈറ്റ് ക്രീം നോക്കൌട്ട് റോസ് ആണ് ആ കാണുന്ന സർക്കിള്. പിന്നെ ഇറക്കി വെച്ചേക്കുന്ന പെറ്റ്യൂണിയ പിങ്ക്. പിന്നെ ഒരു ചെറിയ മിനി റോസും ഉണ്ട് അതിന്റെ ഉള്ളില്. ഇത് 9ാമത്തെ ദിവസം അല്ലെങ്കിൽ ഉത്രാടത്തിലെ പൂക്കളാണ്. എറണാകുളം കൊച്ചി ഏരിയയിലൊക്കെ ഉത്രാടത്തിന്റെ പൂക്കളാണ് ഏറ്റവും വലുത്. നമ്മൾ തിരുവോണത്തിന് പൂവിടില്ല, അൺലൈക്ക് മെനി അതർ പാർട്സ് ഇൻ കേരള. നമ്മൾ തൃക്കാക്കരപ്പനെയും വെച്ചിട്ട് പൂജ ചെയ്യാണ്. മാവേലിയെ വീട്ടിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് പൂജയാണ് ചെയ്യുക തിരുവോണത്തിനാള്. ഫുൾ മഴയായിരുന്നു, കാരണം കൊട പിടിച്ചൊക്കെ ഇട്ട് ക്യാമറ ഒക്കെ ഫോഗിയായി വന്നിട്ടുണ്ട്. നടുക്ക് ക്ലമറ്റസ് ആണ്, ചുറ്റും മഞ്ഞ മെറിഗോൾഡ്, ലൈറ്റ് വയലറ്റ്, അജനാറ്റം എന്ന് പറഞ്ഞൊരു പൂവാണ്. ചുറ്റുമുള്ള പിങ്ക് എതളുകൾ റോസ്, പീനൽസ് വിത്ത് റോസിന്റെ പെറ്റൽസ് ആണ്. വെള്ള ഓഫ് കോഴ്സ് അസീല. വെള്ളയുടെ ചുറ്റുമുള്ള റൗണ്ട് ഒരു ബ്രൗണും യെല്ലോ കൂടി കളന്ന് എന്റെ സൺഫ്ലവർ ആണ്. 2-3 ടൈപ്പ് സൺഫ്ലവർ മിക്സ് ചെയ്താണ്. അതിന്റെ ചുറ്റും ബട്ടർഫ്ലൈ ബുഷ്, അതിന്റെ ചുറ്റും ഹൈഡ്രാഞ്ചിയ, അഗൈൻ വെള്ളപ്പൂവ്. അതിന്റെ ഔട്ട്സൈഡ് സർക്കിള് നോക്കൌട്ട് റോസ്, കുറച്ച് ബന്ദി, 2 ഡാലിയ, 2 ഡേവിഡ് ഓസ്റ്റൻ റോസുകളാണ്. പെറ്റ്യൂണിയും ഉണ്ട്. നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് ഉള്ളിൽ കയറിപ്പോണ്ടറ മഴ കംപ്ലീറ്റ് തന്നു. അതുവരെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ പൂക്കളാണ് ഇക്കൊല്ലത്തെ. തിരുവോണത്തിനുള്ള പ്രിപ്പറേഷൻ ആണ്. ഉത്രാടനാൾ വൈകുന്നേരം നമ്മൾ അരിമാവ് വെച്ചിട്ട് കോലം വരയ്ക്കും. കാക്കരേപ്പനെ അണിയിക്കും. അണിയിക്കുന്ന പറയാ, ഇങ്ങനെ കാക്കരേപ്പന്റെ മുകളിൽ ഇങ്ങനെ അരിമാവ് ഒഴിക്കുന്നതിനാണ് അണിയിക്കുക എന്ന് പറയാം. അടുത്ത് തന്നെ തുമ്പ മുറിച്ച് വെച്ചേക്കുന്നത് കാണാം. അത് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്തുള്ള തുമ്പ മുഴുവനും. പിന്നെ ഓഫ് കോഴ്സ് വിളക്കൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്, കിണ്ടിയും കഴുകി വെച്ചിട്ടുണ്ട്, തിരിയും എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. സൈഡിൽ കാണുന്ന ആവണിപ്പലകയാണ്. ആവണിപ്പലകയും അണിയിച്ച് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം നേദിക്കാൻ വേണ്ടിയിട്ട് അടയുണ്ടാക്കും. ഇതിന്റെ പേര് പൂവട എന്നാണ്. അരിപ്പൊടി, ശർക്കര, പാവ് കാച്ചിയിട്ട് അതിലേക്ക് കുഴച്ച് നമ്മൾ അടയുടെ മാവുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് തുമ്പപ്പൂ ഇട്ടിട്ട് അടയുണ്ടാക്കാണ്. ഓഫ്കോഴ്സ് വാഴയില വാട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തിന്നായിട്ട് പരത്തി നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ ആവിയിൽ വേവിക്കുകയാണ്. അതേ അടയൊക്കെ റെഡിയായി. അപ്പൊ ഇങ്ങനെ തന്നെ നമ്മൾ പുറത്ത് തന്നെ വെക്കുക. ഇതിപ്പോ തിരുവോണത്തിനാളായി. രാവിലെ ആദ്യം ആവണിപ്പലക നമ്മൾ കോലത്തിന്റെ മുകളിൽ കിഴക്കോട്ട് തിരിച്ചു വെക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ തൂശനും ഇല 2 വെച്ചിട്ട് നമ്മൾ കീറിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ് അതും കിഴക്കോട്ടാണ് തിരിച്ചു വെക്കുക. ഇലയില് തൃക്കാക്കരേപ്പനെ വെച്ചിട്ട് അതിന്റെ ചുറ്റും തുമ്പപ്പൂ വെച്ച് മൂടും. തൃക്കാക്കരേപ്പന്റെ മുകളിൽ ഓരോ ഓട്ട ഉണ്ടാവും. അവിടെ നമ്മൾ ഒന്നല്ലെങ്കിൽ തുമ്പ അല്ലെങ്കിൽ പൂക്കള്, നല്ല ഹാർഡ് സ്റ്റെമ്മുള്ള പൂക്കള് കുത്തി വെക്കും. അലങ്കരിക്കുകയാണ് ബേസിക്കലി. കുറച്ച് പൂവ് പൂജിക്കാനായിട്ട് തുളസി, കതിരും ഇലയും ചന്ദനം അരച്ചത് ഒക്കെ പൂജയ്ക്കാണ്. പിന്നെ നേദിക്കാനായിട്ട് ഏത്തപ്പഴവും അടയും ശർക്കരയും വെക്കും. നമ്മള് ജനറലി എറണാകുളം ഏരിയയിൽ ഇങ്ങനെയാണ് ചെയ്യല്. ഇതിന്റെ ചെറിയ ചെറിയ വേരിയേഷൻ പല പല വീടുകളിലും ഫാമിലികളിലും ഉണ്ടാവും. നമ്മൾ ആദ്യം തന്നെ കിണ്ടിയില് വെള്ളം എടുത്തിട്ട് വെള്ളം വെച്ചിട്ടാണ് തൃക്കാക്കരപ്പനെ ചന്ദനം തൊടിക്കും. തുളസി കതിര് വെച്ച് പൂജ ചെയ്യും, പൂ വെച്ച് പൂജ ചെയ്യും. എന്നിട്ട് ഒരു നാളികേരം 2ആയി മുറിച്ച് അതിൽ തിരി വെച്ചിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ തുമ്പക്കുടത്തിന്റെ മുകളിലേക്കാണ് വെക്കുക. പിന്നെ അടയും ശർക്കരയും പഴവും തൃക്കാക്കരയപ്പനെ സമർപ്പിക്കും. നമ്മള് വാമനമൂർത്തിയാണ് തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്നത്. വാമനെ പൂജിക്കുകയാണ്. വാമനെ മഹാബലിയും അപ്പോ വിളിച്ച് വീട്ടില് നമ്മൾ പൂജാമുറി കൊണ്ടിരുത്തുന്നാണ് സങ്കല്പം. ഓഫ്കോഴ്സ് ഇനി അടുത്ത ഓണത്തിന് സദ്യ അല്ലേ, എന്തായാലും വർക്കിംഗ് ഡേ ആണ്. അത് കാരണം ഞാൻ രാവിലെ ഇതുപോലെ പൂജ കഴിഞ്ഞിട്ട് നേരെ കുറെ കഷ്ണം നുറുക്കി കൊടുത്തു അമ്മയ്ക്ക്. അതല്ലാണ്ട് ബാക്കിയുള്ള കുക്കിംഗ് മുഴുവൻ അമ്മയെ ചെയ്തിരുന്നത്. ഭയങ്കര ബിസി ഡേ ആയിരുന്നു. ഞങ്ങൾക്ക് 2 ആൾക്കും നല്ല തിരക്കായിരുന്നു. നമ്മളെ വീട്ടിൽ പച്ചക്കറി വെച്ചിട്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയത്. എക്സെപ്റ്റ് അവിയലും കൂട്ടുകറിയിലും ഇട്ട കായും ചേനയും പിന്നെ മുരിങ്ങക്ക. സാമ്പാറിലിട്ട മുരിങ്ങക്കയും അവിയലിട്ട മുരിങ്ങക്കയും മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങിച്ച സാധനങ്ങള്. സാമ്പാറിലിട്ട ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നമ്മളെ വീട്ടിലുണ്ടായതാണ്. തോരൻ പീച്ചിങ്ങ ആയിരുന്നു. നോർമലി നമ്മൾ സദ്യക്ക് വെക്കുന്നതല്ല, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടംമാതിരി പീച്ചിങ്ങ ഉണ്ടാവുകൊണ്ട് പീച്ചിങ്ങ തോരനായിരുന്നു. പിന്നെ അവിയല് ഞാൻ പറഞ്ഞ പോലെ ക്യാരറ്റൊക്കെ വീട്ടിലെയാണ്, ബീൻസ് വീട്ടിലെയാണ്, പടവലം വീട്ടിലെയാണ്, വെള്ളരി വീട്ടിലെയാണ്. ഞങ്ങൾ ബീട്രൂട്ട് പച്ചടി വെച്ച് ബീട്രൂട്ട് വീട്ടിലുണ്ടായതാണ്. ചെടി പാവയ്ക്കൊക്കെ ചെടി ഇത് കഴിഞ്ഞോളം എനിക്കുണ്ടായ പാവയ്ക്ക ഞാൻ വറുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇക്കൊല്ലം ഞങ്ങൾക്ക് പാവയ്ക്ക ഉണ്ടായിട്ടേ ഇല്ല. സാധാരണ സദ്യക്ക് കുറുക്കാളം വെക്കണ കായ വെച്ചിട്ടാണ് ഇത്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഇഷ്ടംമാതിരി വെള്ളരി ഉണ്ടായിരുന്നു. അത് കാരണം വെള്ളരി വെച്ചിട്ട് ഞങ്ങൾ കുറുക്കാളം വെച്ചു. ഞങ്ങളുടെ വീട്ടിലെ വാഴകളിലാണ് വിളമ്പിയത്. അപ്പൊ പിന്നെ അതും കംപ്ലീറ്റ് ആയല്ലോ. ഉച്ചയായി. ഞങ്ങളുടെ തുമ്പയൊക്കെ വാടി. ഇവിടുന്ന് ബാക്കിയൊക്കെ എടുത്തോണ്ട് വെച്ചാൽ ഉറുമ്പായിരിക്കും. അതുമല്ല, ഇവിടെ ഓഫ്കോഴ്സ് ഞങ്ങളുടെ റോഡ് സൈഡിലാണ് വീട്. അപ്പം ഭയങ്കര ഓബ്വിയസ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്
കലത്തിലൊക്കെ ഇങ്ങനെ അത്ര വെച്ചിട്ടുണ്ട്. ഞാനത് കുറേ കൊല്ലം മുന്നേ ബ്ലോഗിൽ ഷെയർ ചെയ്യാൻ തുടങ്ങിയതാണ് ഞങ്ങളെങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന്. ഇത് പലർക്കും ഇൻസ്പിറേഷനായി എന്ന് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് സോ ഗ്രാറ്റിഫൈയിങ് ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ടു ഹിയർ ദോസ് കമൻറ്റ്സ്. എന്നെക്കൊണ്ടാവുന്ന വഴിയിൽ ഞാൻ ആർക്കെങ്കിലും ഞാൻ നമ്മുടെ ട്രഡീഷൻ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് വേറെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഐ കൺസിഡർ ദാറ്റ് ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ് ആൻഡ് എ ബ്ലെസ്സിങ്. അപ്പോൾ ഒന്നും കൂടി ഞങ്ങളുടെ വക എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഈ ഓണം നല്ല ഹെൽത്തും ഹാപ്പിനെസ്സും കൊണ്ടുവരട്ടെ എന്ന് വിഷ് ചെയ്യണം.